അടിയന്തരാവസ്ഥ കാലത്തെ വയനാട്ടിലെ സമരദിനങ്ങൾ ഓർത്തെടുക്കുകയാണ് ഭാരതീയ ജനസംഘത്തിൽ അടക്കം പ്രവർത്തിച്ച രാജേന്ദ്ര പ്രസാദ്. ജില്ലയിലെ സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകി ജയിലിൽ അടയ്ക്കപ്പെട്ട് ലാത്തിയുടെ ചൂടറിഞ്ഞ ദിനങ്ങൾ. തന്റെ വീട്ടിൽ താമസത്തിനും ഒളിവിൽ കഴിയുന്നതിനുമായി സമര പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുകയാണ് രാജേന്ദ്ര പ്രസാദ്. തെരുവിലെ സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പോലീസിന്റെ ക്രൂരത. ആ ഇരുണ്ട കാലത്തെ പേടിയോടെയല്ല, ആവേശത്തോടെയാണ് രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നത്. RSSന്റെയും ഭാരതീയ ജനസംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു കറുത്ത ദിനത്തോടുള്ള സമരം. ബത്തേരി ഭാഗത്തുനിന്ന് സമരം ചെയ്ത കുറെ ആൾക്കാരെ അർദ്ധരാത്രിയിൽ വാഹനങ്ങൾ കയറ്റി ഫോറസ്റ്റിന്റെ മധ്യഭാഗത്തിൽ പല പല ദിക്കിലായിട്ട് വിട്ടിട്ട് അവര് ചെയ്യും. അങ്ങനെ വന്യമൃഗങ്ങളുടെ ഇതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ തരത്തിലുള്ള കുറെ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. 24 വയസ്സുള്ളപ്പോഴാണ് അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയത്. നവംബർ 17-ന് പ്രതിഷേധ പ്രകടനം നടത്തിയതിന് അറസ്റ്റ് വരിച്ചു. 2.5 മാസക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ലാത്തി കൊണ്ട് അടി വാങ്ങി. പലരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. മാനന്തവാടി ഗാന്ധി പാർക്കിന്റെ മുമ്പിലുള്ള ടെലിഫോൺ പോസ്റ്റിലേക്ക് ഞാനവിടെ എത്തിച്ചേരുക. 11 മണിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന അവസരത്തിൽ ബാക്കിയുള്ള എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ ചുറ്റുമറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കണം എന്നാണ് നിശ്ചയിച്ചത്. അതുമാതിരി നമ്മൾ രാവിലെ അവിടെ എത്തി മുദ്രാവാക്യം വിളിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും വന്നു. ആ സമയത്ത് മാനന്തവാടിയിലെ പോലീസ് താഴെ അങ്ങാടിയിലും തലപ്പുഴയായിട്ടാണ് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളെ സമരപരിപാടി മുദ്രാവാക്യം വിളിക്കൽ ഏകദേശം ഒരു 1.5-3 മണിക്കൂറോളം നിന്നു. ഒരുപാട് ജനങ്ങൾ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാഘവന്റെ നേതൃത്വത്തിൽ വന്ന് ആരുടെ ഇതിന്റെ നേതാവെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലാട്ടി കൊണ്ട് എൻ്റെ മുതുകൽ പുറകുവശത്ത് അടിക്കുകയും അതൊരു നല്ല ഒരു അടിയാണ് കിട്ടിയത്. അത് ഏകദേശം 1 വർഷത്തോളം ആ വേദന സഹിച്ചുകൊണ്ട്. പത്രങ്ങളോ വാർത്തകളോ ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു അത്. സംഘത്തിന്റെ ലഘുലേഖകളിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞിരുന്നത്. ഈ അടിയന്തരാവസ്ഥ സമയത്ത് അന്ന് പത്രങ്ങളിലൊന്നും ഇല്ല, ഒരു കാര്യങ്ങളും വരില്ല. അന്ന് ഇതിന്റെ സംഘടന ലെവലില് പ്രത്യേകിച്ചുള്ള ലഘുലേഖകൾ ഇറക്കിയിരുന്നു. അതിൽ കുരുക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. കുരുക്ഷേത്രത്തിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ആ കാലത്ത് KG മാരാർ വീട്ടിലെത്തി ഒളിവിൽ കഴിഞ്ഞതും രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നു. പരമേശ്വർജി, നാനാജി ദേശ്മുഖ് തുടങ്ങിയവരും വീട്ടിലെത്തി താമസിച്ചു. 16 ബാച്ചുകളിലായി 141 പേരാണ് സമരമുഖത്തിറങ്ങിയത്. ഈ ബാച്ചിലെ 31 പേർ മരണപ്പെട്ടു. ബാക്കിയുള്ളവർ ഓരോ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. പലരും അവശരാണ്. പോലീസിന്റെ ക്രൂരപീഡനം ഏറ്റവർ. ഈ വയനാട് ജില്ലയിലെ ആകെ 16 ബാച്ചാണ് ഒട്ടാകെ പങ്കെടുത്തത്. അതിൽ 141 പേരാണ് ആ സമര പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 31 പേരോളം അവർ മരണപ്പെടുകയാണ് ചെയ്തത് അങ്ങോട്ടൊക്കെ. പിന്നീട് മർദ്ദനങ്ങൾ പല ബാച്ചിലും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാച്ചിലൊക്കെ പറഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ER വിജയകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിലുള്ള ഒരു പോലീസ്, അയാളുടെ പേര് പപ്പനെന്ന് പറയും അങ്ങോട്ടേക്ക്. ഏതായാലും ആ പോലീസ് ചൂരൽ വടി ഉപയോഗിച്ച് കഷ്ണമാവുന്നവരെ അടിച്ച് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരു കച്ചവടക്കായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവശരായി ജീവിക്കുന്നവരെ സംരക്ഷിക്കണമെന്നും അടിയന്തരാവസ്ഥയെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നുമാണ് രാജേന്ദ്ര പ്രസാദിന്റെ അപേക്ഷ. ജനം, വയനാട്.